ഗ്രീഡിന്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന ജോഗ്രഫിയുടെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഡിവിഷൻസിനെ പറ്റി പഠിച്ചു അല്ലെ. അപ്പോൾ ഈ പറയുന്ന ജോഗ്രഫിക്കൽ ഡിവിഷൻസിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് ഡിഫറന്റ് ടൈപ്പ് ലാൻഡ് ഫോംസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥലമാണ് അല്ലെ. അപ്പോൾ ഇവിടെ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് പലതായതുകൊണ്ട് തന്നെ ഇവിടെ പല തരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. എന്താ ഈ റിസോഴ്സ് എന്ന് അറിയാമോ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് എന്താ റിസോഴ്സ് എന്ന് വെച്ചാൽ മനുഷ്യന് ഉപയോഗമുള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുക? റിസോഴ്സ് എന്ന് വിളിക്കുക. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസോഴ്സിനെ പറ്റിയിട്ടും മിനറൽസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസോഴ്സിനെ പറ്റിയിട്ടും പിന്നെ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടും പഠിക്കുന്നത്. ഇത് മൂന്നും നമുക്ക് എന്താണ്? ഉപയോഗമുള്ള വസ്തുക്കളാണ് അല്ലെ. നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കൾ എന്താണോ അതിനെയാണ് നമ്മൾ പൊതുവിൽ എന്തെന്ന് പറയുക? റിസോഴ്സ് എന്ന് പറയും. അപ്പോൾ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചറും മിനറലും ട്രാൻസ്പോർട്ടിനെയും ജോഗ്രഫിക്കലി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, റിസോഴ്സിനെ പറ്റി പഠിക്കുന്നു. 3 തരം റിസോഴ്സാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചറും അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടും പഠിക്കും, മിനറൽസിനെ പറ്റി പഠിക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി പഠിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തുടങ്ങുന്നത് അഗ്രികൾച്ചറും അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി